യേശുവിന് സത്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ നല്ല ഒരു പേര് ഉണ്ടായിരുന്നു. എല്ലാവരും അവനെ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം അവൻ മനുഷ്യർക്ക് നന്മ ചെയ്യുവാനായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെ നയിച്ചിരുന്ന നേതാക്കൾക്ക്. അതുകൊണ്ട് അവർ പറയുകയാണ്, യേശു ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അതെല്ലാം തിന്മയുടെ അരൂപിയാൽ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് അവർ പറയുന്ന ഒരു നാമമാണ് ബേൽസെബൂൽ എന്നുള്ള പേര്. അത് ഫിലിസ്ത്യരുടെ ദൈവമായിരുന്നു, യഹൂദർ അംഗീകരിക്കാത്ത ദൈവം. ഇപ്രകാരമുള്ള ഒരു ദൈവത്തിൻ്റെ അരൂപിയിലാണ് യേശു അത്ഭുതങ്ങൾ ചെയ്തതെന്നാണ് യേശുവിൻ്റെ എതിരാളികൾ പറയുന്നത്. അതുവഴി അവർ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്: യേശു അവരുടെ മതത്തിന് എതിരാണ്, അവരുടെ സംസ്കാരത്തിന് എതിരാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ കാണുന്നു, യേശുവിനെ അന്വേഷിച്ച് വരുന്ന യേശുവിൻ്റെ കുടുംബാംഗങ്ങൾ യേശുവിന് മാനസിക നില തെറ്റി എന്നുള്ള രീതിയിൽ ആണ് അവരുടെ സമീപനം. ഇതും ഒരു തരത്തിൽ യേശുവിൻ്റെ എതിരാളികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിക്കൊടുത്തത്. അതുകൊണ്ട് അവർക്ക് പറയാൻ സാധിക്കും, കാണുക, അവൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നു യേശുവിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, യേശു നോർമലല്ല, തങ്ങളുടെ ഭാഗത്തല്ല തെറ്റ്, യേശുവിൻ്റെ ഭാഗത്താണ് തെറ്റ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ പഴയ നിയമത്തിലെ വായനകളും മനസ്സിലാക്കുന്നത്. ആദവും ഹവ്വായും തെറ്റ് ചെയ്യുന്നു, അവർ ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ അത് അവർ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്. മറ്റേയാളാണ് തെറ്റിന് കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം. ഇത് സത്യത്തിൽ ബൈബിളിലെ ഒരു പ്രശ്നം മാത്രമല്ല. നമുക്കും നമ്മുടെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് മറ്റുള്ള മനുഷ്യർ നമ്മളെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളും ഈ രീതിയിൽ പ്രതികരിക്കാറുണ്ട്. സർവശക്തിയും എടുത്ത് നമ്മുടെ ഭാഗം ന്യായീകരിക്കുവാനായിട്ട് ശ്രമിക്കും. മറ്റേയാൾ എനിക്കെതിരാണ്, മറ്റുള്ളവന് വിവരമില്ല, അങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ നമ്മൾ നടത്താറുമുണ്ട്. ശരിയാകാം, മറ്റുള്ളവർക്ക് തെറ്റുണ്ടാകാം, മറ്റുള്ളവർ ചിലപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ടാകാം. എന്നാൽ സത്യസന്ധമായിട്ട് പറയുമ്പോൾ തെറ്റ് ഒരാളുടെ ഭാഗത്ത് മാത്രമല്ല, നമ്മൾക്കും തെറ്റ് സംഭവിക്കാം. ഇപ്രകാരം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ നേരിടുകയും ചെയ്യുകയാണ് പക്വതയുള്ള മനുഷ്യരുടെ രീതി. അതുതന്നെയാണ് ക്രിസ്തീയ വിശ്വാസവും ആത്മീയതയും നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരെ വിധിക്കുന്നത്? പ്രത്യേകിച്ച് അവർ നമ്മുടെ സുഹൃത്തുക്കളല്ലെങ്കിൽ എപ്രകാരമാണ് നമ്മളവരെ കാണുന്നത്? എന്താണ് എൻ്റെ നിലപാട്? എന്താണ് എൻ്റെ ആത്മീയത? ഇത് രണ്ടിനും വലിയ പ്രാധാന്യമുണ്ട്. കാരണം എൻ്റെ നിലപാടുകൾ അത് എൻ്റെ ആത്മീയതയെയും ബാധിക്കുന്ന, ആത്മീയതയെയും രൂപപ്പെടുത്തുന്ന ഒന്നാണ്. അതുപോലെ തന്നെ തിരിച്ചും എൻ്റെ ആത്മീയത എന്നെ നല്ല മനുഷ്യനാകുവാനായിട്ട് സഹായിക്കണം. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട്. പക്ഷേ ഈ കുറവുകൾ മാറ്റിവെച്ചിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ ശക്തിയുള്ളവരായിട്ട് മാറുകയുള്ളൂ. ഒരു നല്ല സമൂഹത്തിന്, നല്ല ബന്ധങ്ങൾക്ക് ഇത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുമായിട്ട് രമ്യതയിൽ പോകുവാനായിട്ട് ശ്രമിക്കാം. മറ്റുള്ളവരുടെ നല്ല വശങ്ങൾ കണ്ടെത്തുവാനായിട്ട്, നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്കാകട്ടെ. അതിന് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.